ഹരേ രാമ ഹരേ കൃഷ്ണ. കൃഷ്ണപാദം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏകാദശിയാണ്. മകരമാസത്തിൽ വരുന്ന ശുക്ലപക്ഷ ഏകാദശിയാണ് ഭൈമി എന്നറിയപ്പെടുന്ന ജയ ഏകാദശി. സകല പാപങ്ങളെയും നശിപ്പിച്ച് ബ്രഹ്മഹത്യ പോലുള്ള പൈശാചിക പാപങ്ങൾ വരെ നശിപ്പിച്ച് നമ്മളെ പവിത്രീകരിക്കുന്ന ഏകാദശിയാണ് ജയ ഏകാദശി. ഏകാദശി മഹാത്മ്യകഥ ഇതാണ്. ഒരിക്കൽ ഇന്ദ്രന്റെ സ്വർഗലോകത്ത് നൃത്തോത്സവത്തിനിടെ ഗാനം ആലപിക്കുന്ന മാലിൻ എന്ന ഗന്ധർവന് നൃത്തം ചെയ്യുന്ന പുഷ്പാവതി എന്ന അപ്സര കന്യകയോടുള്ള പ്രണയം കാരണം അപശ്രുതിയും നൃത്തത്തിന്റെ താളവും തെറ്റുന്നു. ഇത് കാണുന്ന ഇന്ദ്രനെ തന്നെ അവഹേളിച്ചതുപോലെ തോന്നുകയും രണ്ടുപേരും ഭൂമിയിൽ പിശാചുക്കളായി ജനിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളായി മാറിയ അവർ വളരെയധികം ദുഃഖത്തോടുകൂടി ഭൂമിയിൽ അലഞ്ഞു നടന്നു. ഒടുവിൽ ഹിമാലയത്തിലെത്തി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതിനു മാത്രം എന്തു പാപമാണ് ചെയ്തത് എന്നറിയാതെ വിഷമിച്ചു. ഒരു അരയാലിന് താഴെ യാതൊന്നും ഭക്ഷിക്കാതെ തണുപ്പും വിശപ്പും കാരണം ഉറങ്ങാനും കഴിയാതെ അവർ കഴിച്ചുകൂട്ടി. ഭാഗ്യവശാൽ അത് ഒരു ഏകാദശി തിഥിയിലും ഇത് സംഭവിച്ചിരുന്നു. അടുത്ത ദിവസം ദ്വാദശി നാളിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രണ്ടു പേർക്കും പൂർവജന്മഹൃതമായ ഗന്ധർവന്മാരായി വിളങ്ങാൻ സാധിച്ചു. അറിയാതെയാണെങ്കിലും വ്രതം അനുഷ്ഠിച്ച ഫലം ലഭിച്ചതുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് മാറിയ രണ്ടുപേരും ഭഗവാനെ കണ്ടു വണങ്ങി. വളരെ സന്തോഷത്തോടുകൂടി ഇന്ദ്രന്റെ മുന്നിലേക്ക് വന്നു. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പാപത്തിൽ നിന്ന് മുക്തി നേടിയത് എന്ന് അറിയുന്ന ഇന്ദ്രൻ രണ്ടുപേർക്കും അമൃത് നൽകി സ്വീകരിച്ചു. അതുകൊണ്ട് എല്ലാവരും ഹരിവാസരം നോക്കുക തന്നെ വേണം എന്നാണ് കൃഷ്ണ ഭഗവാൻ ധർമ്മജനെയും ഉപദേശിക്കുന്നത്. ജയ ഏകാദശിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഏകാദശി എടുക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.